അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു രൂപ പോലും ചെലവില്ലാതെ ഒരു സഹജീവിക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് അവനെ പ്രശംസിക്കുക, അവനെ അംഗീകരിക്കുക എന്നത്. ആത്മാർത്ഥമായൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തെ അംഗീകരിക്കാൻ തയ്യാറായാൽ അത് പോസിറ്റീവായ രീതിയിൽ അവൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെങ്കിൽ അവനിക്ക് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണല്ലോ അത്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബികൾക്കൊക്കെ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് അവിടുന്ന് പ്രശംസിക്കുകയും അംഗീകാരം നൽകിയതുമൊക്കെയായി നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് അവിടുന്ന് ബൈത്ത് പാടിയ സമയത്ത് അവിടുത്തെ റിദ എടുത്തുകൊണ്ട് സമ്മാനം നൽകിയ രംഗം നമുക്കറിയാം. അതല്ല മറ്റുള്ള രീതിയിലേക്ക് പോകുമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പുകഴ്ത്തുമ്പോൾ, നമ്മൾ പ്രശംസിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ അത് അയാളെ തെറ്റായി ബാധിക്കുമെങ്കിൽ അയാളിൽ റിയാ, ഒരു പൊങ്ങച്ചവും അതുപോലെ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരും. ഇയാളെ പുകഴ്ത്തി കഴിഞ്ഞാൽ ഒരു അംഗീകാരം നൽകിയാൽ പിന്നെ അവൻ നിലത്തൊന്നും ആയിരിക്കില്ല. ഈ രീതിയിലേക്ക് സ്വഭാവത്തിൽ വ്യത്യാസം വരുന്ന രീതിയിലുള്ള ആളാണ് എങ്കിൽ അവരെ പുകഴ്ത്താൻ പാടില്ല, മുഖസ്തുതി പറയാൻ പാടില്ല എന്നതാണ് ഹബീബായ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നല്ല കാര്യങ്ങളെ വേർതിരിച്ചുകൊണ്ട് അംഗീകരിക്കാനും പ്രശംസിക്കാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും തയ്യാറാകുന്നതോടൊപ്പം തെറ്റായ രീതിയിൽ ബാധിക്കുമെങ്കിൽ പുകഴ്ത്തലും മുഖസ്തുതിയും അംഗീകാരവും ഒക്കെ മാറ്റി നിർത്തലും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ ബേസിക്കായി നമ്മൾ നമ്മുടെ വീടുകളിൽ പോലും നടപ്പിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾക്കുള്ള പ്രോത്സാഹനം നമ്മൾ നടക്കുമ്പോൾ, പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതും അവർക്കൊരു പ്രോത്സാഹനമാണ്. ഒരു തെറ്റായ കാര്യം ചെയ്തു വരുമ്പോൾ ഒരു കുട്ടിയല്ലേ, അല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും, ശിക്ഷണം നടത്തേണ്ടിടത്ത് നമ്മൾ ശിക്ഷണം നടത്താതിരിക്കുമ്പോൾ അതൊരു തരത്തിലുള്ള പ്രോത്സാഹനമാണ്. അപ്പോൾ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതാണ് നാം ഓരോരുത്തരും നമ്മുടെ അധികാര മേഖലകളിൽ എന്നത് സാന്ദർഭികമായി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളുടെ മുഖത്ത് നോക്കി അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്നുള്ളത് ദീനിൽ അംഗീകരിക്കപ്പെട്ട സന്ദർഭങ്ങളുമുണ്ട്. എന്നാൽ ഹബീബായ റസൂൽ നഖശിഖാന്തം എതിർത്ത സന്ദർഭങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യസ്ത സാഹചര്യം? എപ്പോഴാണ് നമുക്കൊരാളെ മുഖത്ത് നോക്കി അയാളെ പുകഴ്ത്താനും അയാളെ അംഗീകരിക്കാനും ഒക്കെ നമുക്ക് തയ്യാറാകുന്നത്? എപ്പോഴാണ് ഇത് പറ്റാതിരിക്കുന്നത്? നമുക്കാദ്യം പറ്റുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം. ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ. മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലിൻ്റെ സന്തത സഹചാരിയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്ട കൂട്ടുകാരിൽപ്പെട്ട ഒരാളാണല്ലോ മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂൽ ഒരിക്കൽ സദസ്സിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കുന്ന ആളുകളുടെ പോരിശയും അവരുടെ മഹത്വമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായിരിക്കുന്ന സിദ്ദീഖോരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർജു അൻ തകൂന മിൻഹും, അല്ലയോ സിദ്ദീഖോരെ, നിങ്ങൾ ആ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കപ്പെടാൻ അർഹനാകുന്ന ഒരാളിൽപ്പെടാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബായ റസൂൽ മുഖത്തു നോക്കി അദ്ദേഹത്തെ പ്രശംസിച്ച സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സാഹചര്യത്തിൽ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച്, അതായത് അഹങ്കാരത്തോടുകൂടി ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂലെ ഞാൻ അതിൽ പെട്ടുപോകുമോ എന്ന പേടി ഉള്ള മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവരാതി പറഞ്ഞ സമയത്ത് അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ലസ്ത മിൻഹും, നിങ്ങളൊന്നും അതിൽ പെട്ട ആളല്ല, നിങ്ങളെ ഉഷാറാണ് എന്ന് തന്നെ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അത് പറയാൻ സാധിച്ചത്? മഹാനായിരിക്കുന്ന സിദ്ദീഖോരുടെ സ്വഭാവം തന്നെയാണ്. സിദ്ദീഖോരുടെ എന്ന് മാത്രമല്ല, സ്വഹാബികളിൽ പലരുടെയും മഹത്തുക്കളായിരിക്കുന്ന അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട 10 സ്വഹാബികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കൊണ്ട് അവർക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഇനി ആ പണിക്ക് വേണ്ടി ചെയ്യോ? സ്വർഗത്തിന് വേണ്ടിയുള്ള അമലുകൾ ചെയ്യാൻ അവർ തയ്യാറായില്ലെങ്കിലോ? നിങ്ങൾക്കൊക്കെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഏതായാലും ലാവിഷായി നടക്കണം, അമലുകളൊന്നും ചെയ്യുന്നില്ല. ഈ രീതിയിലേക്ക് വഷളാകുന്നവരായിരുന്നില്ല അശറത്തുൽ മുബശ്ശിരീങ്ങൾ. അതുകൊണ്ടാണ് അവരുടെ മുഖത്ത് നോക്കി ഇത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുദൂതർ വഴി അവരെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തത്. എന്ന് വേണ്ട, അസ്ഹാബുൽ ബദറിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളി. അസ്ഹാബുൽ ബദറിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഓഫറാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഭൂമിയിൽ ചെയ്തു കൊള്ളുക, നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് ഹബീബായ റസൂലിൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കേൾക്കലോടുകൂടി ഇനി ഒന്നും വേണ്ട, എല്ലാം ഇതിലുണ്ട്, പ്രശംസ, എനിക്കെല്ലാം തികഞ്ഞവനായി എന്ന ഒരു ധാരണ വെക്കുന്നവരായിരുന്നു ഈ സ്വഹാബികളും അസ്ഹാബുൽ ബദറൊക്കെ. എങ്കിൽ
അവരുടെയൊക്കെ അവസ്ഥ എന്താകും? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അസ്ഹാബുൽ ബദറിൻ്റെ സ്വഭാവമുള്ള, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടക്കമുള്ള നല്ല സച്ചരിതരായിരിക്കുന്ന സ്വഹാബത്തെ കിറാമിൻ്റെ സ്വഭാവമുള്ള ആളുകളാണ് നമ്മളെങ്കിൽ, ആ സ്വഭാവത്തിന് അംശമുള്ളവരാണ്, അതിൽ മതിമറക്കാത്ത ആളുകളാണ് എങ്കിൽ നമുക്കും നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ പ്രശംസ പറയുന്നതിന് തെറ്റായി വിചാരിക്കേണ്ടതില്ല. നമുക്ക് അങ്ങോട്ടും ഇത്തരത്തിൽ സ്വഭാവമുള്ള ഒരാളോട് പറയുന്നതിന് നമ്മളൊരു വിഷമമായി കാണേണ്ടതില്ല. എന്നാൽ നേരെ തിരിച്ചു മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഈ സന്ദർഭത്തിൽ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. മഹാനായിരിക്കുന്ന ഉമർ എന്നവരോടുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, മാ റആക ശൈത്വാനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്. അല്ലയോ ഉമർ എന്നവരെ, നിങ്ങളൊരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് ആ വഴിയിലൂടെ വരികയാണെങ്കിൽ നിങ്ങൾ പ്രവേശിച്ച വഴിയല്ലാതെ മറ്റൊരു വഴി പിശാച് തിരഞ്ഞെടുക്കുക. പിശാചിന് വരെ നിങ്ങളെ ഭയമാണ് എന്ന രീതിയിൽ മഹാനായിരിക്കുന്ന ഉമർ എന്നവരെ പ്രശംസിച്ച മുഖസ്തുതി പറഞ്ഞ സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? മഹാനെന്നവരുടെ ഉമർ എന്നവരുടെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അതല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ മംദൂഹിൻ്റെ ഈമാൻ കുറയാൻ കാരണമായി തീരുന്ന, നമ്മൾ ആരെയാണോ ഈ പ്രശംസിക്കുന്നത്, സ്തുതിക്കുന്നത്, അയാളുടെ ഈമാനിലും അയാളുടെ ആറ്റിറ്റ്യൂഡിലും സ്വഭാവത്തിലൊക്കെ മോശമായ രീതിയിലുള്ള മാറ്റം വരുത്തുന്ന രീതിയിലാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രശംസയുടെ ഫലമാകുന്നത് എങ്കിൽ അത്തരക്കാളെ പ്രശംസിക്കാൻ പാടില്ല എന്നതാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിലൂടെ, അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ വിവരിക്കാം. ഹബീബായ റസൂലിൻ്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് ഒരാൾ തൻ്റെ സഹോദരനെ വളരെ അങ്ങേയറ്റത്തെ റജുലൻ യുസ്നി അലാ റജുലിൻ വയുത്രീഹി ഫിൽ മദ്ഹത്തി, അങ്ങേയറ്റത്തെ സ്തുതിക്കൽ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളങ്ങനെ പുകഴ്ത്തിയ സമയത്ത് റസൂൽ അഹ്ലഖ്തു, നിങ്ങൾ അവരെ കൊണ്ട് നശിപ്പിച്ചു. ഔ ഖതഅതും ലഹറ റജുൽ, നിങ്ങൾ ആ മംദൂഹായ, നിങ്ങൾ ആരെയാണോ മുഖസ്തുതി പറഞ്ഞത് അയാളുടെ മുതുകിനെ നിങ്ങൾ മുറിച്ചു. ഇതൊരു പ്രയോഗമാണ്. അതായത് നിങ്ങൾ അയാളെ നാശത്തിലേക്കാണ് തള്ളിവിട്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണും. മറ്റൊരു ഹദീസിലുണ്ടാകും ഫഖതഅത ഉനക സ്വാഹിബിക, നിങ്ങൾ അമിതമായി പുകഴ്ത്തി നിങ്ങളുടെ സഹോദരൻ്റെ കഴുത്ത് കെട്ടിയിരിക്കുന്നു. അതായത് എന്താ, അങ്ങനെ പുകഴ്ത്തി നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പുളിമ കയറ്റുക എന്ന് പറയാലോ, ഈ രീതിയിൽ നിങ്ങൾ ആ സ്വഹീബിൻ്റെ പിരടിയെ വെട്ടിയിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഒരു സംഭവം, മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നുകൊണ്ട് അമിതമായി അദ്ദേഹത്തിന് മുഖസ്തുതി പറഞ്ഞു എന്നാണ്. ഉസ്മാൻ എന്നവരെ അങ്ങനെ വളരെ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തെ വളരെ പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ സമയത്ത് മഹാനായിരിക്കുന്ന മിഖ്ദാദ് എന്നവർ തൻ്റെ മുട്ടിലിരുന്നു കൊണ്ട് ചരലുകൾ വാരിയെടുത്തുകൊണ്ട് ഇയാളുടെ മുഖത്തേക്കിട്ടു എന്നാണ്, ഈ അമിതമായി സ്തുതിച്ച ആളുടെ. ഇത് കണ്ടപ്പോൾ മഹാനായിരിക്കുന്ന ഉസ്മാൻ എന്നവർ ചോദിച്ചു, മിഖ്ദാദ് എന്നവർ ഇതൊരിക്കലും വെറുതെ ചെയ്യില്ലല്ലോ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാനുണ്ടായ കാരണം? അദ്ദേഹം ചോദിച്ചു, മാഷനുക്ക, എന്താണ് വിഷയം, എന്താണ് കാര്യം, എന്താണ് നിങ്ങളുടെ വിഷയം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ റഅയ്തുമുൽ മദ്ദാഹീന, അമിതമായി ആളുകളെ പുകഴ്ത്തുന്ന മുഖസ്തുതി പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ ഫഹസൂ ഫീ വുജൂഹിഹിം തുറാബ്, അവരുടെ മുഖത്ത് നിങ്ങൾ മണ്ണ് വാരിയിടണം എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർക്ക് മുഖം കൊടുക്കാതെ അമിതമായി പുകഴ്ത്തുന്ന ആൾ, അത് നെഗറ്റീവായി ബാധിക്കുന്ന ആളുകളെ പുകഴ്ത്തുന്ന സമയത്ത് അവരെ പോസിറ്റീവായിട്ടുള്ള ബാധിക്കുന്നത് അവരെ നാശത്തിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണല്ലോ. അമിതമായി പുകഴ്ത്തി ഓനങ്ങനെ കയറ്റത്ത് കൊണ്ടുവച്ച് അങ്ങനെ ഒരുപാട് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ പൊക്കത്ത് കൊണ്ടുവെക്കും. അങ്ങനെ ഇരിക്കുകയായിരിക്കും പൊടുന്നനെ അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റായ പ്രഭു, അവനെക്കുറിച്ച് നമ്മൾ അങ്ങനെ കരുതിയിരുന്നില്ല, അവനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ എന്തൊക്കെയായിരുന്നു അവനെക്കുറിച്ച് പറഞ്ഞിരുന്നത്, ഈ രീതിയിലേക്കൊക്കെ ആളുകൾ പറയുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരാളുടെ യഥാർത്ഥത്തിലുള്ള മനസ്സിലുള്ള യഥാർത്ഥത്തിൽ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായും പ്രശംസിക്കാനും ഒരു മിതമായ രീതിയിൽ അംഗീകരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സാധിക്കുമെങ്കിൽ ഒന്നിലും അമിതമായി ചെയ്യുന്നതിന് പരിശുദ്ധത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്തതുപോലെ ഇത്തരത്തിൽ ആത്മപ്രശംസ അല്ലെങ്കിൽ ആളുകളുടെ മുഖസ്തുതി പറയുക എന്നുള്ള വിഷയത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ഇത് തുടങ്ങി നമ്മളിത് പ്രാക്ടീസ് ചെയ്തു കൊണ്ടുവരണം. നമ്മുടെ ഭാര്യമാരൊക്കെ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, അതൊക്കെ അവർ അംഗീകരിക്കുക. ഉഷാറായിട്ട് ഭക്ഷണം ഉഷാറായിട്ടുണ്ട്, നീ അത് ചെയ്ത് വളരെ നന്നായിട്ടുണ്ട്. ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രശംസകൾ നമുക്കുണ്ടാവുകയും അമിതമായ പ്രശംസ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യണം. അമിതമായ പ്രശംസ അതിൻ്റെ ഒരു ഉദാഹരണം, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെയൊക്കെ ആണെങ്കിൽ
ഭർത്താവും ഇവർ ആ ഒരു ആരംഭശൂരത്വം ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് തൊട്ടതിന് പിടിച്ചതിനൊക്കെ വളരെ പ്രശംസയും വളരെ പുകഴ്ത്തലൊക്കെ ആയിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുറച്ചൊക്കെ തയക്കമായപ്പോൾ പിന്നീട് പഴയതുപോലെയുള്ള പ്രശംസയും ആശംസയും അംഗീകാരമൊന്നും കൊടുക്കാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സ്നേഹബന്ധത്തിലും അല്ലെങ്കിൽ ഒരു വെള്ളിച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ നിലപാടെന്തായിരിക്കണം? എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക. അംഗീകരിക്കുമ്പോഴാകുമ്പോഴും പ്രശംസിക്കുമ്പോഴാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഒരു മിതത്വത്തിൽ നമ്മൾ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസപരമായും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അവർ തീർച്ചയായും നമ്മൾ പ്രശംസിക്കുകയും അവരെ അംഗീകരിക്കുകയും അവരെ ചെയ്ത പ്രവൃത്തി വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അമിതമായി പ്രോത്സാഹിപ്പിച്ച് അവരെ വഷളാക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനമാണ് മുത്തായ റസൂലിൻ്റെ ഈ അധ്യാപനങ്ങൾ. അതായത് നമ്മൾ ഒരാളെ അമിതമായി നമ്മൾ പ്രശംസിക്കുമ്പോൾ അഹ്ലക്കുത്തും എന്നാണ് റസൂൽ പറഞ്ഞത്. നിങ്ങൾ അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത്, അവൻ്റെ പിരടിയെ നിങ്ങൾ വെട്ടുകയാണ് ചെയ്തത്. കാരണം അമിതമായി മദ്ഹ് ചെയ്യപ്പെട്ട് സ്വയം പൊങ്ങികളായി മാറിക്കഴിഞ്ഞാൽ അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാകും. ഇതൊക്കെ ഞാനാണ് വലിയവൻ എന്നുള്ള ധാരണയുണ്ടാകും. മറ്റുള്ളവർ എൻ്റെ കീഴിലാണ് എന്നുള്ള ചിന്തകളൊക്കെ അഹങ്കാരമടക്കമുള്ള ദുഷിച്ചതായ ചിന്തകളും സ്വഭാവങ്ങളും ഒരുത്തൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടാൻ ഏറ്റവും സൗകര്യമായിരിക്കും ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള പ്രശംസകളും അംഗീകാരങ്ങളും. അതുകൊണ്ട് അംഗീകരിക്കേണ്ട കാര്യങ്ങളെ, അംഗീകരിക്കേണ്ടവരെ, അതിന് അർഹതയുള്ളവരെ മാത്രം അംഗീകരിക്കാനും അംഗീകരിക്കപ്പെടാനും പ്രശംസിക്കപ്പെടാനും മുഖസ്തുതി പറയപ്പെടാനും അംഗീകാരമില്ലാത്ത അല്ലെങ്കിൽ അതിന് അർഹതയില്ലാത്ത ആളുകളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയും നമ്മൾ ഒരു മിതത്വം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള ആളുകൾ നശിച്ചു പോകുന്നതിനെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാരുടെ ദർബാറിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, സ്തുതിപാഠകരായിരിക്കുന്ന ആളുകൾ ഉണ്ടാകുമായിരുന്നു. രാജാവിൻ്റെ സ്തുതി ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ആ രീതിയിൽ രാജാവ് എന്നിട്ട് ഇവരിങ്ങനെ രാജാവിനെ സ്തുതിക്കപ്പെട്ടിരിക്കുന്ന അതിങ്ങനെ കേട്ട് രാജാവ് ഇങ്ങനെ നിർവൃതി അടയുക. അതാണ് സ്തുതിപാഠകരായ കൊട്ടാര സ്തുതിപാഠകരായ ആളുകൾ. പണ്ടത്തെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അന്നത്തെ ഗ്രന്ഥപുരയുടെ അതിൻ്റെ അച്ചടിയുടെ ഒക്കെ മുഴുവൻ അധികാരം രാജാവിനായിരുന്നല്ലോ. അപ്പോൾ രാജാവ് ഇതെങ്ങനെയെങ്കിലും തൻ്റെ ഗ്രന്ഥം അച്ചടിച്ച് കിട്ടണമെന്ന ആഗ്രഹത്താൽ രാജാവിനെ ഇങ്ങനെ അമിതമായി പ്രശംസിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ സാഹചര്യത്തിനൊത്തുകൊണ്ട് നല്ലതാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരിക്കലും ആളുകൾ എന്നെ അമിതമായി പ്രശംസിക്കണം, എനിക്ക് ആളുകളുടെ അംഗീകാരം ഉന്നതമായി കിട്ടണം എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന ആളുകളും നമുക്കിടയിൽ സുപരിചിതമായ ഒരുപാടുണ്ട്. അംഗീകാരങ്ങൾ കിട്ടുക അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള വ്യൂവേഴ്ഷിപ്പ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ലൈക്ക് ചെയ്യുക, മറ്റു ചെയ്യുക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, ആളുകൾ കൂടുതലായി അംഗീകരിക്കപ്പെടാനും പ്രശംസിക്കപ്പെടാനൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. നാലാൾ അറിയണം, അംഗീകരിക്കപ്പെടണം, പ്രശംസ ലഭിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല, നിസ്വാർത്ഥമായി ഈ രീതിയിലേക്ക് ഈ രംഗത്ത് ഇടപെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എന്തായാലും ഹാദിസായ നിലക്ക് നിസ്വാർത്ഥരായ രീതിയിൽ പ്രശംസകൾ അല്ലാഹുവിൽ നിന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ മാത്രം മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ആവശ്യഘട്ടങ്ങളിൽ മാത്രം പ്രശംസയും മുഖസ്തുതിയും പുറത്തെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.